വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹിജാബ് ട്യൂട്ടോറിയലാണ്. ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഹിജാബ് സ്റ്റൈൽസ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ അധിക വീഡിയോസൊന്നും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോയുടെ ഇൻട്രോ കാര്യങ്ങളൊക്കെ എത്രത്തോളം റെഡി ആവുന്നുണ്ട് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യൽ കുറവാണ്, പക്ഷേ ഞാനിനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതാണ് ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്റ്റൈലാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ രണ്ട് സൈഡിക്കും ഈക്വൽ ആയിട്ട് ഷോൾ എടുത്തിട്ട് പിന്നെ നമ്മൾ രണ്ട് സൈഡ് നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യൽ അതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അതിലേറ്റവും ലെങ്ത്ത് കുറഞ്ഞത് ഇങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഫ്ലെയർസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ സെക്കൻഡ് ആ വലിയ പോർഷൻ വരുന്നത് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാനിവിടെ പിന്ന് കാര്യങ്ങളൊന്നും യൂസ് ആക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് സൈഡിൽ സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഒരു സ്റ്റൈൽ ചെയ്തിട്ട് ഇങ്ങനെ ഇടാം. അതല്ല നമുക്ക് ആ ഒരു ലെങ്ത്ത് നമുക്ക് കംപ്ലീറ്റ് ഷോൾ അങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടാണ്ട് ഷോൾ ഇങ്ങനെ ബാക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കും ഒക്കെ കവറാകും, ഹെയർസും കാര്യങ്ങളൊന്നും കാണില്ല. അതാ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും യൂസ് ആക്കാം. ഇതാണ് ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് അടുത്തത്. ഇത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളതാണ്. നമുക്കിങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഷോള് വേറേണ്ട ആവശ്യമില്ല. ഇതായത് രണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിക്കും ഷോൾ ഇട്ടിട്ട് അതിൽ ഏറ്റവും ചെറിയ പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇടാം. അതിലേറ്റവും വലുത് നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഭയങ്കര സിമ്പിളായിട്ടായിരിക്കും ഉണ്ടാവുക, നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. നമുക്കിവിടെ പിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ പിന്നൊന്നും യൂസ് ചെയ്യാണ്ടാണ് മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ ഇടാറുള്ളത്. പിന്നെ അടുത്തൊരു സ്റ്റൈലാണ് ഇനി ചെയ്യണത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഒരുപാട് വീഡിയോസിലൊക്കെ വേണമെങ്കിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനന്ന് ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു സിമ്പിളായിട്ടുള്ള രീതിക്കാണ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു സ്കാർഫ് വെയർ ചെയ്യാണ്ട് നമ്മളുടെ ഷോൾ വെച്ചിട്ട് തന്നെ സ്കാർഫ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പാണ്. നേരത്തെ ചെയ്ത പോലെ ഷോൾ രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ബാക്കിലേക്ക് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ കവർ ചെയ്യും. ഇത് നമുക്ക് ചുരിദാർ ടൈപ്പ് അങ്ങനത്തെ എല്ലാ ടൈപ്പ് ഓഫ് ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഹിജാബ്സ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.